അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഒരു ചെറിയൊരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ആ മഹത്തായ സമയത്ത് നിങ്ങൾ ഈ ദിക്ർ ആരോട് സംസാരിക്കാതെ ഇൻഷാ അല്ലാഹ് ഒരു 70 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിക്റാണ്. മാത്രമല്ല എല്ലാ മനുഷ്യരും ഭയപ്പെടുന്നത് സാമ്പത്തിക ഞെരുക്കമാണ്. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ദാരിദ്ര്യം എന്ന മഹാവിപത്ത് നിങ്ങളിലേക്ക് കടന്നു വരില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ദാരിദ്ര്യം ഒരിക്കലും വരുകയില്ല. അത്ര മഹത്തായ ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ കടമുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഭവനമില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചു ഇൻഷാ അല്ലാഹ് വലിയ വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ, റഹ്മത്തിന്റെ, മഗ്ഫിറത്തിന്റെ, കാരുണ്യത്തിന്റെ കാറ്റടിച്ച് വീശുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കൊടും കാറ്റാണ് അടിച്ചു വീശുന്നത് പരിശുദ്ധ റമളാനിൽ. ആ കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടിയ നമുക്ക് പരാജയം ഉണ്ടാവുകയില്ല. റമളാനിലെ ആദ്യത്തെ 10 നമ്മൾ കാണിച്ച ആവേശത്തിന്റെ 10 മടങ്ങ് ആവേശം നമ്മൾ കാണിക്കേണ്ട ദിനങ്ങളാണ് അവസാനത്തെ 10. അവസാനത്തെ 10 ഒരുപാട് മഹത്വങ്ങളുള്ളതാണ്. നമുക്കറിയാം, ലൈലത്തുൽ ഖദർ കിട്ടിയാൽ 84 വർഷം ഇബാദത്ത് ചെയ്ത കൂലി അല്ലാഹു നൽകുന്നതാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള രാത്രി, അല്ലെങ്കിൽ അളവ് നിയന്ത്രിക്കുന്ന രാത്രി, അല്ലെങ്കിൽ വിധി നിർണയം എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ആ രാത്രിയിലാണ് അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളെ ഭൂമിയിലേക്ക് അയച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന മനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിൽ. അന്ന് കാരുണ്യത്തിന്റെ മുഴുവൻ മാലാഖമാരും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരും. ആരാധനകൾ നടത്തുന്ന പള്ളികളിൽ, വീടുകളിൽ അവർ സംഗമിക്കും. നേരം വെളുക്കുന്നത് വരെ അവർ സത്യവിശ്വാസികളോടുകൂടെ സമയം ചെലവഴിക്കും. അതിനുശേഷം ഖുർആൻ പറഞ്ഞ റൂഹും ഇറങ്ങി വരും. റൂഹിനെ പറ്റി നിരവധി അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്നും പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എന്താണ് എന്ന് എനിക്ക് അറിയിച്ചു തന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലൈലത്തുൽ ഖദർ ദിനവുമായി ഞാൻ വരുമ്പോൾ 2 ആൾക്കാർ തർക്കിക്കുന്നത് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിനിടയിൽ ലൈലത്തുൽ ഖദർ എന്താണ് എന്ന് എനിക്ക് അറിയിക്കപ്പെട്ടത് ഞാൻ മറന്നുപോയി. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഞാൻ ആ സമയത്തങ്ങ് മറന്നുപോയി. ഈ 2 ആൾക്കാർ ശണ്ട കൂടുന്നത് കണ്ട്, അവര് വഴക്കോടുന്നത് കണ്ടപ്പോൾ എന്നിൽ നിന്ന് അല്ലാഹു ആ അറിവിനെ ഉയർത്തി കളഞ്ഞു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറിന് വേണ്ടിയിട്ടാകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കാരണം ഖൈർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഇനി ലൈലത്തുൽ ഖദറിന്റെ രാവാണ് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ ദിവസം മാത്രം നമ്മൾ ഒഴിവാക്കും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഇബാദത്ത് ചെയ്യാതെ നമ്മൾ അലസതയോടുകൂടി നടക്കുന്നതാണ്. പക്ഷേ ഈ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ അറിയാത്തത് കൊണ്ട്, ഏതാണ് ദിവസം എന്നറിയാത്തത് കൊണ്ട്, റമളാൻ 1 മുതൽ നമ്മൾ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് അല്ലാഹു ഒരുപാട് പുണ്യങ്ങൾ നൽകപ്പെടുകയാണ്. അതുകൊണ്ട് മറന്നുപോയത് എനിക്ക് മറന്നുപോയത് നിങ്ങൾക്ക് ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖൈറിനായിരിക്കാം. എന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ നമുക്ക് വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. റമളാൻ മാസത്തിലെ അവസാനത്തെ ഒറ്റയായ 10 രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ പറയുന്ന 40ഓളം അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അഭിപ്രായം റമളാനിന്റെ അവസാനത്തെ ഒറ്റ ദിവസങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണേ. സുബ്ഹാനല്ലാഹ്, 40ഓളം അഭിപ്രായങ്ങൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ചുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അഭിപ്രായം റമളാനിന്റെ ഒറ്റ രാവുകളിൽ, അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണേ.
അത് രക്ഷയുടെ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. പ്രഭാതം പുലരുന്നത് വരെ അന്ന് രക്ഷയായിരിക്കും. മഹാന്മാർ വ്യാഖ്യാനിക്കുന്നു, മുഅ്മിനീങ്ങൾക്ക് അന്ന് രക്ഷയായിരിക്കുമെന്ന്. അതായത് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ശർറുണ്ടാവുകയില്ല. ലൈലത്തുൽ ഖദറിന്റെ ചില അടയാളങ്ങൾ മഹാന്മാർ വിവരിക്കുന്നുണ്ട്. മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ചില അടയാളങ്ങൾ നമുക്ക് നോക്കാം. അന്നത്തെ രാത്രി ശാന്തമായിരിക്കും. അതിനെ തുടർന്ന് വരുന്ന പകൽ, ആ പകലിന്റെ സൂര്യകിരണങ്ങൾ മങ്ങിയതായിരിക്കും, അതായത് കുറവായിരിക്കും. അന്നത്തെ ദിവസം കടൽ ശാന്തമായിരിക്കും. അന്നത്തെ രാത്രി മൃഗങ്ങളുടെ ഓരികളിലോ ശബ്ദങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അന്നത്തെ രാത്രി വാൽനക്ഷത്രങ്ങളോട് കാണപ്പെടുകയില്ല. ഇങ്ങനെ ധാരാളം അഭിപ്രായങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തെ കുറിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 1000 മാസത്തിന്റെ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ജീവിതത്തിൽ ഒരാൾക്ക് ഒരു ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ 83 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഒരു മനുഷ്യായുസ്സ് മുഴുവൻ സൽക്രമങ്ങൾ ചെയ്ത കൂലിയാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, 83 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവൻ എപ്പോഴും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത കൂലി ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു നമുക്ക് നൽകപ്പെടുകയാണ്. അപ്പോൾ ഈ രാത്രി നമുക്ക് ഏറ്റവും കൂടുതൽ ചെല്ലാൻ പറ്റുന്ന ദിക്റുകളെ നമുക്ക് പരിചയപ്പെടുത്താം. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നത്. പടച്ചവനെ, നീ ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്കൊരു ദിക്റിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ വലിയ മഹത്വങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്നതാണ്. ദാരിദ്ര്യം വരികയില്ല, മാത്രമല്ല അല്ലാഹു ഒരു വലിയ ഇഷ്ടമുള്ള ദിക്ർ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരോട് സംസാരിക്കാതെ 70 വട്ടം, എത്ര പ്രാവശ്യമാണ്? 70 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരും. കാരണം ഇത് പാപമോചനം നടത്തുന്ന ദിക്റാണ്. ആർക്കും ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്. ദിക്ർ നമ്മൾ കേൾക്കുമ്പോൾ ഈ ദിക്റാണോ എന്ന് ചിന്തിക്കേണ്ട. ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന ദിക്റാണ്. ഇത് ചെല്ലുമ്പോൾ അല്ലാഹു ഒരു വലിയ ഇഷ്ടമുള്ള ദിക്ർ കൂടിയാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഈ മഹത്തായ ദിക്ർ നിങ്ങൾ കൂടി പിറകെ പിടിച്ച മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആനിൽ കൂടി പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടുക, നിങ്ങൾക്ക് എന്നാൽ ചോദിക്കുന്ന എന്തും ഞാൻ നൽകാമെന്നാണ് ഇതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്. അല്ലാഹുവേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു അല്ലാഹ് എന്നാണ് ഈ മഹത്തായ ദിക്ർ. ആ ദിക്റിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. أستغفر الله وأتوب إليه، 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 أستغفر الله وأتوب إليه. ഇതിന്റെ അർത്ഥം എന്താ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അല്ലാഹുവേ, പടച്ചവനേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നേ അല്ലാഹ്, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു റബ്ബേ എന്നാണ് ഈ ദിക്ർ. ആരോടും മിണ്ടാതെ ശാന്തമായി നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു 70 വട്ടം ഈ ദിക്ർ മനസ്സിരുത്തി ആത്മാർത്ഥതയോടെ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ താഴ്മയോടുകൂടി സങ്കടത്തോട് പറയുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുന്നതാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ പറഞ്ഞു. ആ രാവുകളിലൊക്കെ ഈ ദിക്ർ നിങ്ങൾ ഒരു 70 പ്രാവശ്യം ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, കടമുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ എത്രത്തോളം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്യുക. അല്ലാഹു ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് യാ റസൂലല്ലാഹ്?
എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ദുആ അറിയാമല്ലോ. ആ ദുആ ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ആ ദുആ നമ്മളൊന്ന് വർദ്ധിപ്പിക്കണം. അല്ലാഹു നമുക്ക് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. ആ ദുആ ഞാനൊന്ന് നിങ്ങൾക്ക് ചൊല്ലിത്തരാം. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. അല്ലാഹുവേ, പടച്ചവനെ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവരാണ്, എനിക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ് എന്ന ഈ മഹത്തായ ദിക്ർ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ ചൊല്ലാനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് ദുആ നിങ്ങൾ അധികരിപ്പിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് നോക്കുക. ഈ രണ്ട് ദിക്റുകളും നിങ്ങൾ അധികരിപ്പിച്ചിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ താഴ്മയോടെ നിങ്ങൾ ആവശ്യങ്ങളും പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു നിലനിർത്തുന്നതാണ്. അനുഗ്രഹങ്ങൾ അല്ലാഹു നിലനിർത്തുന്നതാണ്. പടച്ചവനെ, ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക. നമ്മളെ സഹോദരങ്ങളും ഈ ഇസ്തിഗ്ഫാറുകളും ഈ അറിവുകളൊക്കെ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ എന്താണ് ചെയ്യേണ്ടിയുള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടിയുള്ള അമലുകളെന്ന് അവർ മനസ്സിലാക്കുകയും അവരും ഇതൊക്കെ അധികരിപ്പിക്കുകയും അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ഈ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് താഴ്മയോട് നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് പടച്ചവൻ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അതുപോലെ നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ റമദാനിൽ ഞങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരുടെ സകല മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാഹ്. അതുപോലെ പടച്ചവനെ, ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ, അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദീനാ വലി മശായിഖിനാ വലി അസാതിദിനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബവനാ സഗാറ. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ ഈ ചൊല്ലിയ അദ്കാറുകളും ദിക്റുകളും മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താനൊരു കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, പടച്ചവനെ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ സകല പുണ്യകർമ്മങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പല രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തി എത്രയോ മക്കളുണ്ട് റബ്ബേ, അവർക്കൊക്കെ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കടക്കാരായി മരിപ്പിക്കല്ലേ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാര്യമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഗൾഫ് രാജ്യങ്ങളിൽ നീ സമാധാനം നിലനിർത്തണേ റഹ്മാനായ റബ്ബേ.
അവിടുത്തെ യുദ്ധാന്തരീക്ഷം നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങളെ വീഡിയോകൾ കാണുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളുടെ മക്കളും ഭർത്താക്കന്മാരും പലരും വിദേശ രാജ്യങ്ങളിലാണ്. സർവ്വ ഐശ്വര്യങ്ങളും അല്ലാഹു അവർക്ക് നൽകണേ അല്ലാ. ഒരു മനസ്സിന് നീ ശാന്തി നൽകണേ അല്ലാ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ കച്ചവടത്തിൽ ഞങ്ങളെ ജോലിയിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ ശരീരങ്ങൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ വസ്തുക്കൾ, ഞങ്ങളുടെ വാഹനങ്ങളിൽ അല്ലാഹുവേ എല്ലാത്തിലും ഞങ്ങളുടെ ഭവനങ്ങൾ മുഴുവൻ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ഇടങ്ങേറുകളിൽ കാക്കണേ പടച്ചവൻ. ലൈലത്തുൽ ഖദറിന്റെ ആനുകൂല്യങ്ങൾ കരസ്ഥമാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അസ്സലാമു അലൈക്കും.